എന്താ എല്ലാരും കൂടി? ജീവനും മഞ്ചാടി വന്നിട്ടുണ്ടോ? ഇല്ല, അവരെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. അകത്തേക്ക് കയറി വാ. ഇത് നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരമാണ്. നമ്മൾ രണ്ടു കൂട്ടരും മനസ്സ് വെച്ചാൽ നിങ്ങളുടെ പയ്യനെ നിങ്ങൾക്ക് കൊടുക്കാം, ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇനിയും നമ്മൾ അവരെ ബലമായി പിടിച്ച് മാറ്റണോ? അമ്പലത്തിൽ വെച്ച് മാലയിട്ടത് കൂടാതെ ഈ ദിവസങ്ങൾ അത്രയും അവരൊരുമിച്ച് കഴിയായിരുന്നില്ലേ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് ഒരിടത്ത് താമസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മഞ്ചാടി പഠിക്കാൻ പഠിക്കുകയാണെങ്കിലും അവൾക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഒരിക്കൽ ചതിക്കാൻ നോക്കിയവനെ അവൾ സ്നേഹിക്കും. ഞങ്ങളുടെ അച്ഛൻ ഇന്ന് ഈ വിവരം അറിയുന്നത്. അദ്ദേഹം തന്റെ മകളെ തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാൻ പോയിരിക്കുക. ജീവൻ രാജിനെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്താൽ അവൻ പിന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരില്ല. പഴയ മയക്കുമരുന്ന് കേസിലൊക്കെ പോലീസ് പൊടി തെറ്റെടുക്കുന്ന സമയമാണ് ഇതെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ പേടിക്കണ്ട. പോലീസ് അവരെ കണ്ടെത്തും മുമ്പ് നമ്മളെല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയ ജീവൻ രാജനും മഞ്ചാടിക്കും ഒരു കുഴപ്പമില്ലാതെ പഴയതുപോലെ ജീവിക്കാം. നിങ്ങളുടെ മകന്റെ നല്ല ഭാവി ഓർത്തെങ്കിലും നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. അവരിങ്ങോട്ട് വരാൻ പോകുന്ന ഈ അവസരം മുതലെടുത്ത ആർക്കും ഒരു ദോഷമില്ലാതെ ഇത് അവസാനിപ്പിക്കാം. ഞങ്ങൾ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ഒന്ന് ആക്ട് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ അവരോട് സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവർ പോലീസിനെ വിളിക്കും. പോലീസ് വന്നാ നീ മഞ്ചാടിയെ ബലമായി പിടിച്ചുകൊണ്ടുവന്നായിരിക്കും കേസ്. അതെ മോനെ, നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവൊന്നുമില്ലെന്ന് അവർക്കറിയാലോ. മഞ്ചാടിക്കൊന്നും സംഭവിക്കാതെ അവര് നോക്കും. അതുപോലെ നിന്നെ സംരക്ഷിക്കാനുള്ള കടമ ഞങ്ങൾക്കില്ലേ മോനെ? മഞ്ചാടിയെ സംരക്ഷിക്കാനൊന്നും അവർക്ക് കഴിയില്ലമ്മേ. അവൾ അവരുടെ വിലങ്ങ് പൊട്ടിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വരും. അല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് തന്നെ അവളങ്ങ് പോകും. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ലടാ. മഞ്ചാടിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. അവൾ നിന്റെ അടുത്തോട്ട് തന്നെ വരും. ചിലപ്പോൾ അവരുടെ വീട്ടുകാർ തന്നെ നിങ്ങളെ ഒരുമിപ്പിക്കാൻ മുന്നോട്ട് വന്നെന്നിരിക്കും. അതെ മോനെ, അതുവരെ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നീ കാണിക്ക്. അല്ലാതെ നീ ഇപ്പൊ അവളെ അന്വേഷിച്ചു പോയാ അവളുടെ വീട്ടുകാർക്ക് വാശിയും വൈരാഗ്യവും കൂടത്തേ ഉള്ളൂ. ശരി, ഞാൻ പോകാണ്ടിരിക്കാം. പക്ഷേ മഞ്ചാടി വീണ്ടും എന്നെ അന്വേഷിച്ച് ഇവിടെ വന്ന അച്ഛനും അമ്മയും അവളെ സ്വീകരിക്കാൻ തയ്യാറാവണം. അത് നീ പറയണോ മോനെ? മഞ്ചാടിയെ നിന്റെ പെണ്ണായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അല്ലെങ്കിലും ഞങ്ങൾക്ക് അവള് മോളെ പോലെയല്ലേ ജീവ. നീ ധൈര്യമായിട്ടിരിക്കെ. ഇനി നിങ്ങളോടൊപ്പം
ഈ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവും. രജനി, നീ മോന് കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലും കൊടുക്ക്. ഇവന് നല്ല ദാഹവും വിശപ്പൊക്കെ ഉണ്ടാവും. വേണ്ട അച്ഛാ, എനിക്കിപ്പോ ഒന്നും വേണ്ട. മഞ്ചാടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാതെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. മഞ്ചാടി അവളുടെ വീട്ടുകാരല്ലേടാ കൊണ്ടുപോയത്. ഇത്രയും കാലം അവളെ പൊന്നുപോലെ നോക്കിയവരല്ലേ. മഞ്ചാടിക്ക് അവരെയും അങ്ങനെ പൂർണ്ണമായി അവഗണിക്കാൻ പറ്റുമോ? ദേ, നീ പോയി കഴിക്കാൻ എടുത്തു വെക്ക്. ഞാൻ മോനെയും കൂട്ടി വരാം. ചെല്ല്. ശരി. ജീവ, നീ ആദ്യം പോയി നിന്റെ മുഖമൊക്കെ ഒന്ന് കഴുക്. ഒന്ന് ഫ്രഷ് ആവ്. ഒരു ഉണർവൊക്കെ ഉണ്ടാവട്ടെടാ. ചെല്ലടാ മക്കളെ. മോളെ മഞ്ചാടി, നീ വെള്ളം കുടിക്കും. നീ ഇപ്പൊ സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നേ. പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? ഈ വെള്ളം കുടിച്ച്. നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി മഞ്ചാടി. ഇപ്പോ പുറത്തുള്ളവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല. അവൻ അവന്റെ പാട്ടിന് പോട്ടെ. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ജീവൻ രാജ് നിന്നെ ഞങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറായില്ല മഞ്ചാടി. പിന്നെന്തിനാ നീ അവന്റെ കാര്യത്തിൽ ഞങ്ങളോട് പ്രതിഷേധിക്കുന്നത്? അവൻ സത്യത്തില് രക്ഷപ്പെട്ടതുപോലെ ഞങ്ങളോട് സംസാരിച്ചത്. പിരിയാൻ മഞ്ചാടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവൻ ഒരു പ്രശ്നമില്ലെന്ന് പറയുകയും ചെയ്തു. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജീവൻ രാജിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ മരണമായിരിക്കും നിങ്ങൾ കാണുന്നത്. മോളെ, ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് നിനക്ക് തോന്നുന്നതാ. നിന്നേക്കാൾ പ്രായവും പക്വതയും കൂടുതലുള്ളതുകൊണ്ട് ജീവൻ രാജന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് വിനയനെ ശബരിയും സംസാരിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞു പോകാൻ തയ്യാറായത്. അവൻ ഒഴിഞ്ഞു പോകാൻ തയ്യാറായെന്ന് എനിക്കിവിടെ തോന്നണ്ടേ അങ്കിൾ?